നമസ്കാരം. ഇന്ന് നമ്മളൊരു അടിപൊളി കുറുക്ക് കാളൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും ഒന്ന് ഈ കാളനൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഇതിൻ്റെ രുചി മനസ്സിലാവുള്ളൂ. കാരണം അതുപോലെ മണവും രുചിയുമുള്ളൊരു കാളനാണിത്. സദ്യയിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള കാളനാണിത്. നല്ല പുളിയുള്ള തൈരുണ്ടെങ്കിൽ അടിപൊളി രുചിയായിരിക്കും. അതുപോലെ തന്നെ ഇതിന് വേണ്ട കഷ്ണങ്ങൾ ചേനയും കായും മാത്രമാണ്. ആദ്യം തന്നെ ചേനയും കായും കഷ്ണത്തിന് ഇത്തിരി വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെക്കണം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേരുവകൾ ചേർക്കാനുണ്ട്. ആദ്യം തന്നെ ചേന വേവിക്കാൻ ആവശ്യമായ വെള്ളവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. 1/4 ഭാഗം വേവാകുമ്പോൾ നമുക്ക് കായ ചേർക്കാവുന്നതാണ്. കായയും ചേർത്ത് നല്ലപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമായ 1 കപ്പ് തൈരാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ആ തൈരൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ഒന്ന് മോര് പരുവത്തിലാക്കിയിട്ടുണ്ട്. അത് ഈ കഷ്ണത്തിലേക്ക് ഒന്ന് ഒഴിക്കണം. അതിനുശേഷം ഈ മോര് ഒഴിക്കുന്ന സമയത്ത് തന്നെ മോര് പെട്ടെന്ന് പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കുന്നത്. ഒന്ന് നല്ല പോലെ തള വന്ന് വരണ വരെ നമുക്കിതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമുക്കൊന്ന് വറ്റുന്ന വരെ ഒന്ന് കാത്തു നിൽക്കാം. നല്ല പോലെ ഒന്ന് കുറുകി പിടിച്ച് കഷ്ണത്തിലൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് നല്ല പോലെ വെണ്ണ പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും പച്ചമുളകും ജീരകവും അത് നമുക്കിതിലേക്ക് ചേർക്കാം. ആദ്യം തന്നെ ഇതിന് ശേഷം ഈ മോരൊഴിച്ചതിന് ശേഷം നമ്മളൊരു കുറച്ച് കറിവേപ്പില, അധികം കറിവേപ്പില തന്നെ എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇതിലേക്ക് ഇടണം. കുറച്ച് ഇതിൻ്റെ മണം ഒന്ന് കിട്ടിക്കഴിയുന്ന സമയത്ത് നമുക്കിതിൻ്റെ തണ്ടുകളൊക്കെ എടുത്ത് മാറ്റാവുന്നതാണ്. ഒപ്പം തന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉലുവ, വറുത്ത് പൊടിച്ച ഉലുവയാണ്, അത് ചേർക്കുന്നുണ്ട്. അതിനൊപ്പം ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. അതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ കണ്ടോ, മോര് നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. തേങ്ങയും ജീരകവും 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നല്ലപോലെ അരച്ച ഈ അരപ്പ് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തള വരുന്ന വരെ മാത്രം തീ ഓൺ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അധികം ഇതിൽ കിടന്ന് തിളക്കരുത്, അപ്പോൾ ഇതിൻ്റെ രുചി മാറും. അതുകൊണ്ട് തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചൂട് കിട്ടി ജസ്റ്റ് ഒരു തള, ഒരു പത പോലെ ഒന്ന് വരുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യാം. നമ്മുടെ കാളൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർക്കാൻ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ, അതുപോലെ ഒരുപാട് കറിവേപ്പില ചേർത്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ താളിപ്പുകളൊക്കെ ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് 2 വറ്റൽമുളക് കൂടി ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കാരണം സദ്യയിലെ കാളനിൽ നല്ലപോലെ കടുക് ചേർക്കും, അതുകൊണ്ട് കുറച്ചധികം കടുക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. നമ്മളുടെ ഈ കാളനിലേക്ക് ഇത് ഒഴിക്കാം. അതിനുശേഷം നമ്മുടെ കുറുകിയ കാളൻ ഇത് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുകുന്നതായിരിക്കും. കണ്ടോ, ഇതാണ് നമ്മുടെ സൂപ്പർ കാളൻ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതൊരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കുള്ളൂ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. താങ്ക്